മൂന്നാം മോദി സർക്കാരിൻ്റെ ക്യാബിനറ്റ് പാനൽ രൂപീകരണം അവസാനിപ്പിച്ചപ്പോൾ വ്യക്തമാകുന്ന ഒന്നുണ്ട്. ഈ മന്ത്രിസഭയിൽ രണ്ടാമൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായല്ല, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ്. നിയമ നടപടികൾ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിയിലൊഴിച്ച് ബാക്കി എല്ലാ കമ്മിറ്റികളിലും രാജ്നാഥ് സിംഗ് ഉൾപ്പെട്ടിട്ടുണ്ട്. രണ്ടാം മോദി മന്ത്രിസഭയിലെ 8 പാനലുകളിൽ എല്ലാ കമ്മിറ്റികളിലും ഉൾപ്പെട്ടിരുന്നത് അമിത് ഷാ മാത്രമായിരുന്നു. രാജ്നാഥ് സിംഗ് 3 സമിതികളിൽ മാത്രമാണ് ഉൾപ്പെട്ടിരുന്നത്. നരേന്ദ്രമോദിയും അമിത് ഷായും മാത്രമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ രാജ്നാഥ് സിംഗ് ആണ് മോദിക്കൊപ്പം ഈ കമ്മിറ്റിയിൽ ഇടം പിടിച്ചത്. ഇതോടെ തെരഞ്ഞെടുപ്പിലെ തിളക്കം കുറഞ്ഞ വിജയത്തിന് ശേഷം BJPയിൽ അമിത് ഷായുടെ സ്വാധീനം കുറയുന്നതായാണ് സൂചന. നരേന്ദ്രമോദിയോടും അമിത് ഷായോടുമുള്ള RSS വിയോജിപ്പുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് രാജ്നാഥ് സിംഗിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ജനങ്ങളിൽ നിന്നകന്നതാണ് എന്നതടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ RSSൻ്റെ ഭാഗത്ത് നിന്ന് മോദിക്കും അമിത് ഷായ്ക്കും എതിരെ ഉയർന്നിരുന്നു. ഇനിയും മോദി ഷാ കൂട്ടുകെട്ട് അതിരുകടന്നു പോകരുതെന്ന് RSS കണക്കുകൂട്ടുന്നു. സൂപ്പർ ക്യാബിനറ്റ് എന്നാണ് ഈ സമിതി അറിയപ്പെടുന്നത് തന്നെ. ഈ സമിതിയിലേക്ക് രാജ്നാഥ് സിംഗ് കടന്നു വരുമ്പോൾ മോദിയുടെയും അമിത് ഷായുടെയും അപ്രമാദിത്വം കുറയും. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളടക്കമുള്ള വിഷയങ്ങളിൽ മോദിക്ക് മുകളിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത് അമിത് ഷായാണെന്ന വിമർശനം RSSനകത്തുണ്ട്. കഴിഞ്ഞ തവണ അമിത് ഷാ അധ്യക്ഷനായിരുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് അക്കമഡേഷനിൽ ഇത്തവണയും അദ്ദേഹം തന്നെ അധ്യക്ഷനായി തുടരും. ഈ കമ്മിറ്റിയിൽ രാജ്നാഥ് സിംഗിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട കമ്മിറ്റിയായ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ കഴിഞ്ഞ തവണ രാജ്നാഥ് സിംഗിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം, സാമ്പത്തിക ഇടപെടലുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന സുപ്രധാന കമ്മിറ്റിയാണിത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളടക്കമുള്ള വിഷയങ്ങളിൽ മോദിക്ക് മുകളിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത് അമിത് ഷായാണെന്ന വിമർശനം RSSനകത്തുണ്ട്. ഇതിന് കടിഞ്ഞാണിടാൻ RSS ആഗ്രഹിക്കുന്നതായി വേണം ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാനെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കോറം, പയ്യന്നൂർ, കണ്ണൂർ. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. BTech, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, MTech, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കോറം, പയ്യന്നൂർ, കണ്ണൂർ. കോൺടാക്ട് 9188452440 9447008398. ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് AWIN അക്കാദമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. AWIN അക്കാദമി. കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ RK, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.